ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ബാല്യം മുതൽ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള വചനമാണ് ജെറമ്യ 29:11. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി. നിങ്ങൾക്ക് എല്ലാവർക്കും ബൈഹാർട്ട്, നമുക്ക് എല്ലാവർക്കും ബൈഹാർട്ടാണ് അല്ലെ? പദ്ധതി ഉണ്ട് നാശത്തിനല്ല. പക്ഷെ ചില സമയത്തൊക്കെ ചില ലൈഫിലെ വല്ല സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓർക്കും, ഡിഡ് ഐ മേഡ് എ റോങ് ഡിസിഷൻ? അപ്പൊ എന്തെങ്കിലും ഇത് എന്റെ ഈശോയുടെ പ്ലാൻ ആയിരിക്കുമോ? ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്റെ ലൈഫിൽ. അപ്പൊ എനിക്കിനി ഹോപ്പ് ഇല്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ആ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാല് പരിശുദ്ധ അമ്മയുടെ ലൈഫ് എന്താണ് അല്ലേ? വിവാഹം കഴിക്കുന്നതിന് പ്രഗ്നന്റ് ആയി, ഓക്കെ, ഇത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ ദൈവത്തെ എന്നെ കുറിച്ച് പദ്ധതി, നമ്മളൊക്കെ ആണെങ്കിൽ 7 കൊണ്ട് ചിലപ്പോൾ സൂസൈഡ് ചെയ്യുന്നു അല്ലേ? ദൈവത്തിനെ കുറിച്ച് പദ്ധതി ഉണ്ടോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. മോശ ജനിച്ചു, ഇപ്പൊ ഞാൻ മോശയാന്ന് വിചാരിക്കുക. എനിക്ക് ജനിച്ചപ്പോഴേ വിക്ക. നിങ്ങൾ എന്നെ ഈ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രവാചനാകാൻ പോകുന്നത് ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് വിക്കാണ് അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾ ഗോലിയാത്തിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ദാവീദ്. നിങ്ങൾ എന്നെ പറയുന്നത് വിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉണ്ടാവാൻ ഒറ്റ കാര്യം മതി, ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു കാര്യം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടുള്ള കാര്യം. കാരണം ഈശോ പറയുന്നുണ്ട്, നിന്റെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മുടെ തലയിൽ ഓരോ മുടിയിഴ പോലും എണ്ണി നമ്മളെ സ്നേഹിക്കുന്ന വേറെ ഏത് ദൈവമാണ് നമുക്കുള്ളത് അല്ലെ? ആ ഈശോയോട് നമുക്ക്